44 പന്തിലാണ് അദ്ദേഹം തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത്. ഒരു ഏകദിന മത്സരത്തിന്റെ സ്വഭാവം നോക്കുമ്പോൾ ഇത് വളരെ സ്വാഭാവികമായ സ്കോറിംഗ് നിരക്കായിരുന്നു. 62 പന്തിൽ 66 റൺസ് എന്ന നിലയിൽ നിൽക്കുമ്പോൾ ഹർദിക് ഒരു സേഫ് ഇന്നിംഗ്സ് കളിച്ചു തീർക്കും എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ഹർദിക്കിന്റെ മനസ്സിൽ മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇന്നിംഗ്സിന്റെ 39ാം ഓവറിലേക്ക് കളി എത്തിയതോടെ സ്റ്റേഡിയം ഒരു കൊടുങ്കാറ്റിന് സാക്ഷ്യം വഹിക്കാൻ തുടങ്ങി. 6 പന്തിൽ 34 റൺസ്. ക്രിക്കറ്റ് ചരിത്രത്തിൽ സച്ചിനും യുവരാജിനും ഗെയിലിക്കും മാത്രം സാധ്യമായ രീതിയിലുള്ള ഒരു കടന്നാക്രമണമായിരുന്നു 39ാം ഓവറിൽ കണ്ടത്. വിദർഭയുടെ വിശ്വസ്തനായ ഇടക്കൈയൻ സ്പിന്നർ പാർത്ത് രഖാഡയായിരുന്നു ബൌളർ. ഒരു മനോഹരമായ ലോഫ്റ്റഡ് ഷോട്ട്. പന്ത് സൈഡ് സ്ക്രീനിന് മുകളിലൂടെ ഗ്യാലറിയിലേക്ക്. ഹർദിക്കിന്റെ താളം മാറിയെന്ന് ബൌളർ തിരിച്ചറിഞ്ഞു. രണ്ടാം പന്ത് വീണ്ടും അതേ ആവർത്തനം. ഈ തവണ പന്ത് ലോങ് ഓണിന് മുകളിലൂടെ പറന്നു. മൂന്നാം പന്ത് സമ്മർദ്ദത്തിലായ ബൌളർ ലെങ്ത് മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ ഹർദിക് കരുതിയിരിക്കുകയായിരുന്നു. മിഡ് വിക്കറ്റിന്റെ മുകളിലൂടെ മൂന്നാമത്തെ സിക്സർ. നാലാം പന്ത് ഗ്യാലറി ആവേശത്തിലായി. ഹർദിക് പാണ്ഡ്യ പഴയ രൂപത്തിലെത്തിയിരിക്കുന്നു. നാലാം പന്തും ഗ്യാലറിയിലേക്ക്. 5 പന്തിൽ 5 സിക്സറുകൾ. യുവരാജ് സിംഗിന്റെ 6 സിക്സർ റെക്കോർഡ് ഓർമ്മിപ്പിച്ച നിമിഷം. 96 റൺസിൽ ഹർദിക് എത്തി നിൽക്കുന്നു. 6ാം പന്ത് അവസാന പന്തിൽ ബൌളർ വൈഡ് യോർക്കറിന് ശ്രമിച്ചെങ്കിലും ഹർദിക് അത് പോയിന്റിലൂടെ 4 അടിച്ചു. വെറും 6 പന്തിൽ 34 റൺസ്. 62 പന്തിൽ 66 ആയിരുന്ന സ്കോർ 68 പന്തിൽ 100 മാറി. സെഞ്ചുറിയിലേക്ക് എത്താൻ അദ്ദേഹം എടുത്തത് വെറും 6 പന്തുകൾ മാത്രം. 50ൽ നിന്ന് സെഞ്ചുറിയിലേക്ക് എത്താൻ 24 പന്തുകളും. ഇത് ലിസ്റ്റേ ക്രിക്കറ്റിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു നേട്ടമാണ്. കരിയർ ബെസ്റ്റ് പ്രകടനം. 131 റൺസ് സെഞ്ചുറി നേടിയ ശേഷവും ഹർദിക് തന്റെ ബാറ്റിംഗ് തുടർന്നു. 92 പന്തിൽ 133 റൺസ് എടുത്താണ് അദ്ദേഹം ഒടുവിൽ പുറത്തായത്.